നേരിട്ട് വന്ന് മേടിക്കാൻ പറ്റുന്നവർക്ക് മേടിക്കാം, അല്ലാത്തവർ വിഷമിക്കേണ്ട. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ടും നമുക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നതാണ്. ലക്ഷക്കണക്കിന് പ്ലാന്റ്, ഏകദേശം നമുക്ക് 2-3 ലക്ഷത്തോളം പ്ലാന്റുകൾ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇതായിരിക്കുന്ന കണ്ടില്ലേ, ഇവിടെ മൊത്തം ഈ ഷെഡിലുണ്ട്, അപ്പുറത്തെ ഷെഡിലുണ്ട്. അത് 3 ലക്ഷത്തോളം പ്ലാന്റുകൾ നമ്മളതിൽ ഇപ്പോൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. നമുക്ക് യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. പിന്നെ ഇതൊക്കെ എത്ര പ്രായം കാണും? നമുക്ക് 2 ആഴ്ച പ്രായമായ തൈകളാണ്. ഇതിൽ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലാന്റ് അടിവളം കൊടുക്കുന്നതിൻ്റെ ഒപ്പം അടിവളം നന്നായിട്ട് കൊടുത്താണ് പ്ലാന്റ് വെക്കേണ്ടത്. അത് കൂടാതെ ഇതിനകത്ത് മെയിൻ ഒരു ഘടകം, പൂക്കൾ കൂടുതൽ കിട്ടാനുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ, നമ്മൾ മണ്ട ചെറുതായിട്ട് നുള്ളി കൊടുക്കുക, ബ്രൂൺ ചെയ്ത് കൊടുക്കുക. നുള്ളി നമ്മൾ കൊടുക്കുന്നത് 2-3 പ്രാവശ്യം നമ്മൾ മണ്ട നുള്ളി കൊടുക്കുക. നുള്ളി കൊടുക്കുന്നതനുസരിച്ച് മാത്രമാണ് ബ്രാഞ്ച് കൂടുതൽ പൊട്ടുന്നത്. അത്രയും ബ്രാഞ്ച് പൊട്ടുന്നതനുസരിച്ച് പൂക്കൾ കൂടുതൽ നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് ഇത് ബന്ദി കൃഷി ചെയ്യുന്നൊരു ടൈമാണ്. ഇപ്പോൾ ചെയ്താൽ ഓണത്തിന് നമുക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന പൂക്കൾ ഒഴിവാക്കിയിട്ട് നമുക്ക് തന്നെ നമ്മളെ വീട്ടിൽ തന്നെ പൂവുണ്ടായി ആത്തപ്പൂക്കളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മനസ്സിനൊരു സന്തോഷമല്ലേ. അത് നമുക്ക് യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ വൈറ്റ് വളരെ കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോക്ക് വീണ്ടും വരുന്നുണ്ട് വൈറ്റിൻ്റെ. നമുക്ക് കൊറിയർ സംവിധാനമുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് കൊറിയർ ചെയ്യുന്നുണ്ട്. കൊറിയർ അയച്ചാൽ 2 ദിവസം കൊണ്ടൊക്കെ കൊറിയർ എത്തുന്ന രൂപത്തിൽ നമ്മൾ. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതുപോലെയുള്ള വളരെ തിന്നായിട്ടുള്ള ചെടികളെ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. ഇല്ല, നമ്മൾ നന്നായിട്ട് നല്ലപോലെ പാക്ക് ചെയ്ത് തന്നെ അയക്കുന്നത്. അങ്ങനെ പ്രശ്നം വരുന്നില്ല.